പല കുടുംബങ്ങളും ഭദ്രമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കേസുകൾ പരസ്പരം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു സത്യം. ഏത് സെക്കുലർ കോടതിയിൽ ചെന്നാലും സ്നേഹം ഉണ്ടാക്കി തരാൻ ഒരു ന്യായാധിപനും കഴിയില്ല എന്നാണ് ചാവറച്ചൻ പറഞ്ഞതിൻ്റെ. ഒരു കേസ് ഉണ്ടായാൽ സഹോദരനുമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ മകനുമായിട്ടോ ഒരു കേസ് ഉണ്ടായാൽ എനിക്ക് കോടതിയെ സമീപിക്കാതിരിക്കാൻ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ മറികടക്കാൻ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഒരു കുടുംബത്തിലൊരു കുടുംബനാഥൻ, ഇപ്പം അനിയന്മാരും ചേട്ടനനിയന്മാരും തമ്മിലാണ് പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൻ ഇടപെടാം. ഇപ്പം മുമ്പ് സുഹൃത്ത് പറഞ്ഞതുപോലെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ താങ്കളുടെ മകനെ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മൂല്യബോധത്തിൻ്റെ ഒരു ഒഴുക്ക് താങ്കളുടെ മകനും കുടുംബാംഗങ്ങളും കാണുന്ന ഈ TV പ്രോഗ്രാംസിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളൊരു ആശയം പങ്കുവച്ചല്ലോ. ആരാണ് നിർബന്ധിക്കുന്നത് ഇത് കാണിക്കണമെന്ന്? ഇതിന് നിർബന്ധം ഉണ്ടാകുന്നത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർക്കും TV ചാനലുകാർക്കുമാണ്. കൂടുതൽ വ്യൂവേഴ്സ് നിലനിൽക്കണമെന്ന് അവർക്ക് ആവശ്യമുള്ളത്. അങ്ങനെ നിലനിർത്താൻ വേണ്ടി ഇന്നത്തെ ഏറ്റവും നിലവാരം കുറഞ്ഞ രീതിയിലുള്ള അവതരണ ശൈലികൾ വിവിധ TV ചാനലുകൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ചക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടി. അതിന് ഇരയാകണം എന്ന് ആരും തീരുമാനിക്കേണ്ട കാര്യമില്ല. അതിന് ഇരയാകണോ വേണ്ട, ഇത്തരത്തിലുള്ള TV ചാനലുകളുടെ ഈ നിർബന്ധപൂർവമായിട്ടുള്ള തെറ്റായ മൂല്യ ബോധത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള അവതരണങ്ങൾക്ക് ഇരയാകണമെന്ന് ആര് പറഞ്ഞു? അത് ചിന്താശേഷിയുള്ള കാഴ്ചക്കാരൻ ഈ TV ചാനൽ മാറ്റി അടുത്ത ചാനലിലേക്ക് പോകാം. അതെനിക്ക് സ്വീകാര്യമല്ലെന്നുണ്ടെങ്കിൽ TV ഓഫ് ചെയ്യാം. നമ്മുടെ തീരുമാനമാണ്. ഇത്തരത്തിലുള്ള കാഴ്ചകളെയും നവമാധ്യമങ്ങളെ സ്വീകരിക്കുന്ന ശൈലിയെയും ഒരു കുടുംബത്തിൻ്റെ മൂല്യങ്ങൾക്കനുസരിച്ചാണ് എഡിറ്റ് ചെയ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള മൂല്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നിലനിർത്താൻ സഹായിക്കുന്ന മൂല്യങ്ങളായിരിക്കണം എന്നുള്ളതാണ് ചാവറച്ചൻ ഇത്തരത്തിലുള്ള ഒരു ഉപദേശം തരുന്നതിലൂടെ കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ കാണുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു പ്രലോഭനം സ്വാഭാവികമാണ്. ഇപ്പം വലിയ വീരനായകന്മാരുടെയൊക്കെ സിനിമ കണ്ടു കഴിയുമ്പോൾ ചെറുപ്പക്കാരൊക്കെ അവരുടെ ശരീരഭാഷ അനുകരിച്ച് തിയേറ്ററിൽ നിന്ന് പുറത്തു വരും നമ്മൾ കണ്ടിട്ടുണ്ട്. നിലത്ത് ചവിട്ടുന്നു, അല്ലെങ്കിൽ കൈ ചുരുട്ടി ഇടിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊച്ചുപിള്ളേരെ കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നു. ഓക്കെ, ഒരു പരകായ പ്രവേശം പോലെ. അത് നമ്മുടെ വീട്ടിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്, കുടുംബ ബന്ധങ്ങളിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ തന്നെ തകരുന്നത്. പ്രായോഗികമല്ല. നമ്മൾക്ക് കുടുംബം എന്ന് പറയുന്ന പവിത്രമായ ആ സ്ഥാപനത്തിൽ ആരൊക്കെയാണ്, എന്തൊക്കെ റോളാണ് വഹിക്കേണ്ടത് എന്നുള്ളത് നിരന്തരം ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം വരികയാണ്. കാരണം പുറത്തുനിന്ന് മുമ്പ് റോബിയച്ചൻ പറഞ്ഞതുപോലെ പുറത്തു നിന്നുള്ള സ്വാധീനം വരുമ്പോൾ അപ്പന് പകരം വേറൊരാൾ, അമ്മയ്ക്ക് പകരം മറ്റൊരാൾ, സഹോദരനും സഹോദരിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിന് വിരുദ്ധമായി എൻ്റെ അപ്പൻ ഇവിടെയുണ്ട്, അമ്മ ഇവിടെയുണ്ട്, സഹോദരിയുണ്ട്, ഇവരെ ഞാൻ ആദരിക്കണം, ഇവർ പറയുന്ന വാക്കിനെ ബഹുമാനിക്കണം എന്നുള്ള ഒരു പുനരേകീകരണം നമ്മുടെ കുടുംബത്തിൻ്റെ ബന്ധങ്ങളുടെ ചട്ടക്കൂടിൽ നമ്മൾ ഉണ്ടാക്കണം. അപ്പം അച്ഛൻ ഈ പറഞ്ഞതനുസരിച്ച് ഇപ്പം ചാവറച്ചൻ നിഷ്കർഷിക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ കോടതി എന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം സ്നേഹത്തിൻ്റെ ഭാഷയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായിട്ട് സഭാ കോടതി എന്ന വാക്ക്, ഇപ്പോൾ ആ കോടതി എന്ന വാക്കിനെ നമ്മൾ പുതിയൊരു അർത്ഥം കൽപ്പിക്കുകയാണ്. ഇപ്പം നോർമലി നമ്മൾ പറയുന്ന ആ പദം വിവക്ഷിക്കുന്ന അർത്ഥത്തിനപ്പുറത്തേക്ക് ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള ഒരു പദം പ്രയോഗമായിട്ട് അത് മാറുകയാണ്. ആ പരിഹരിക്കപ്പെടും. പക്ഷെ അങ്ങനെ പരിഹരിക്കപ്പെടുമ്പോൾ ഒരു ഇടവക, ഇപ്പോൾ നേരത്തെ റോയ് പറഞ്ഞ പോലെ ഇടവക ഒരു കുടുംബവും ഇടവകയിലെ വികാരി കുടുംബനാഥനുമാണ്. വ്യക്തി, കുടുംബം, സമൂഹം. ആദ്യം വ്യക്തി ഉണ്ടാകുന്നു, പിന്നെ കുടുംബം ഉണ്ടാകുന്നു, പിന്നെ സമൂഹം ഉണ്ടാകുന്നു. അപ്പോൾ ആ നിലയിൽ ഒരു ഇടവകയിലെ വൈദികന് ആ ഇടവകയിലുള്ള എത്ര കുടുംബങ്ങളെ നേരിട്ട് അറിയാൻ കഴിയും? ഒരു വൈദികൻ അദ്ദേഹത്തിന് എത്ര പേരെ അറിയാം? അദ്ദേഹത്തിന് ആ നാട്ടിലുള്ള ആളുകളുടെ പൾസ്, ഇവരുടെ ജോലി എന്ത്, ഇവൻ എങ്ങനെ ജീവിക്കുന്നു, എന്താണ് ഇവൻ്റെ പണി, ഇവൻ്റെ വരുമാനം എന്താണ്, ഇവൻ
ഇവൻ്റെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു വൈദികൻ അറിയുക എന്ന് അവിടെ തൊട്ടാണല്ലോ ഈ മാറ്റം നമുക്കുണ്ടാവേണ്ടത്. സ്നേഹത്തിൻ്റെ ഭാഷ നമുക്ക് വരേണ്ടത് അവിടെ നിന്നാണ്. അപ്പോൾ അത് ശരിക്കും നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു കേന്ദ്രം നമുക്കുണ്ടോ എനിക്കറിയില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതാണ്. ഇപ്പോൾ ചാവറയച്ചൻ പറഞ്ഞത് സർക്കാർ കോടതിയിലേക്ക് എന്ന് പറഞ്ഞാൽ കോടതി ആ ലെവലിലേക്ക് ലീഗൽ സൈഡിലേക്ക് പോകരുത് എന്നുള്ളത് തന്നെയാണ്. അതിനു മുമ്പ് തീർക്കാവുന്ന പല പല സംഗതികൾ നമ്മൾ പേര് വിളിക്കുന്നു. കുടുംബ കോടതിയാണെങ്കിൽ കുടുംബ കോടതി, അതിനും താഴെയാണല്ലോ നമ്മുടെ ഇടവക കോടതി. ഇടവക കോടതിയുടെ ജഡ്ജാണ് വികാരിയച്ചൻ. അപ്പോൾ ഇടവക കോടതിക്ക് പുറത്തേക്ക് പോകണം. ഇപ്പം ഞാൻ ഒന്ന് രണ്ട് ഞങ്ങൾ CMI വൈദികർ എല്ലായ്പ്പോഴും ഇടവകകളിൽ ഭരണം അങ്ങനെ ഉള്ള ആളുകളല്ല, എന്നാലും നമുക്ക് ഇടവകകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഇടവകയിൽ ഞാൻ ഒരിക്കൽ കൊടുവേലി എന്ന് പറയുന്ന ഞങ്ങളുടെ കോതമംഗലം രൂപതയുടെ ഇടവകയിൽ ഒരു വർഷം അവിടെ ശുശ്രൂഷ ചെയ്യേണ്ട അവസരമുണ്ടായി. അപ്പോൾ ആ അവസരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഉണ്ടായിരുന്നൊരു വീട്ടിൽ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ഇടവകയുടെ വികാരിയച്ഛൻ്റെ അടുത്തേക്കാണ് ഈ കുടുംബത്തിലെ കോടതിയിൽ സംഗതികൾ നടക്കാതെ വരുമ്പം അമ്മ ഓടി വരുന്നത്. അപ്പനും മോനും തമ്മിലുള്ളൊരു പ്രശ്നം പറഞ്ഞു തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അപ്പോൾ വികാരിയച്ഛനെ സംബന്ധിച്ചിടത്തോളം അന്ന് കുറച്ച് അത്യാവശ്യം അല്പം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നാളെ ഇരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ തിരക്കുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു ആശുപത്രിയിലാണ് പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഭാഗ്യവശാലോ സാധ്യതകളാലോ ആ വീട്ടിൽ പോകാനൊരു അവസരം എനിക്കുണ്ടായി. അപ്പം ഞാൻ ആ വീട്ടിൽ ഈ ചേച്ചിയുടെ കൂടെ ചെല്ലുക. അപ്പോൾ അപ്പനും മോനും തിരിഞ്ഞു നോക്കണില്ല. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയ അഭിപ്രായങ്ങൾ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. മകനെ, അവൻ്റെ പഠനത്തെ, അവൻ പറഞ്ഞ അഭിപ്രായത്തെ അംഗീകരിക്കാൻ അപ്പന് പറ്റാതായി പോയപ്പോൾ മകൻ പ്രതികരിച്ചു പോയതാണ്. അതേ സമയത്ത് ഒന്നിച്ചിരുന്നു, ഒന്ന് പ്രാർത്ഥിച്ചു, നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമുള്ള ഫാമിലിയല്ല. അപ്പം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പനും അമ്മയും മോനും കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഒന്ന് പ്രാർത്ഥനയുടെ സ്തുതിയൊക്കെ കൊടുത്തൊരു ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേ ഈ ഏകദേശം പ്രശ്നങ്ങളങ്ങ് തീരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ അവിചാരിതമായിട്ട് കിട്ടിയ ഒരു അവസരത്തിൽ നമ്മളുടെ പരിമിതമായ സാധ്യതകൾ കഴിവുകൾ ഉപയോഗിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു. അവർ സ്വാഭാവികമായിട്ട് സംഭവിച്ച കാര്യമാണ്. ഇത് ചോദിച്ച ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. കാരണം ഒരു ഇടവക വികാരിയച്ഛനെ സംബന്ധിച്ചിടത്തോളം ആ ഇടവകയിലെ എല്ലാവരെയും അറിയാം. നമ്മുടെ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഇടവകയാണ്. ആ ഇടവകയുടെ വികാരിയച്ഛൻ വളരെ ലൈവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വളരെ ആധ്യാത്മികമായ ചൈതന്യത്തോടു കൂടി ആ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇടവക വിട്ട് കുടുംബ കോടതിയിലേക്ക് പോലും, നമ്മൾ പറയുന്ന സോക്കോൾഡ് കുടുംബ കോടതിയിലും പോകില്ല, പരിഹരിക്കപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ ഇപ്പോൾ നമ്മുടെ സിറോ മലബാറിൻ്റെ ഇപ്പോഴത്തെ സിനഡ് കൂടുതൽ സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇടവകകൾ, ആ ഇടവക കുടുംബം, അതിൻ്റെ കെട്ടുറപ്പ് സജീവമാകണം. ആ ഇടവക കുടുംബത്തിൽ കുടുംബനാഥൻ എന്ന രീതിയിൽ ഇടവക വികാരിയച്ഛൻ ഏറ്റവും ആധ്യാത്മികമായ നേതൃത്വം കൊടുക്കുന്ന പോലെ തന്നെ ആ ഇടവകയിലെ ആരൊക്കെ എവിടെയൊക്കെ ജോലി ചെയ്യുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയണം. ആ ഇടവകയിൽ ആരെങ്കിലും ആശുപത്രി കിടക്കണമെന്നോ എന്നറിയണം, രോഗിയായിട്ട് കിടക്കണം, അവരെ പോയി സന്ദർശിക്കണം. ഇങ്ങനെയുള്ള ഒരു ആധ്യാത്മിക നേതൃത്വം നമ്മുടെ ഇടവകയ്ക്ക് സജീവമാണെന്ന്, അത് കൂടുതൽ സജീവമാകുമ്പോൾ പകുതി പ്രശ്നങ്ങൾ തീരുമെന്നാണ് നമ്മൾ പറഞ്ഞു വന്നിട്ട് ചുരുക്കം. വികാരിയച്ഛന്മാര് അവരുടെ കടമകൾ കൃത്യമായിട്ട് നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് ഇടവകകളിൽ സജീവമായി അവർ നിലകൊള്ളുന്നത്. ഇനി വല്ലപ്പോഴും വല്ല ഇടവകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. എൻ്റെ ഒരു അനുഭവത്തിൽ, എൻ്റെ നാട്ടിലുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരു കുടുംബത്തില് 3 പുത്രന്മാരുണ്ടായിരുന്നു. 3 പുത്രന്മാര് അപ്പൻ വെള്ളമടിക്കുമായിരുന്നു, കുടുംബത്തെ വഴക്കുണ്ടാക്കുമായിരുന്നു. ഇതിനൊക്കെ പുറമെ ഇത് കണ്ട് വളർന്ന മക്കൾക്ക് സ്വാഭാവികമായിട്ടും മക്കൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ, അവരുടെ വളർച്ചയിലുണ്ടാകുന്ന വൈകല്യങ്ങൾ അവർക്കുണ്ടായി. ഈ പ്രശ്നങ്ങൾ ഇവർ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഇവരെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഈ അക്രമം മൂത്ത് വിവാഹപ്രായമെത്തി വിവാഹം കഴിച്ച് അവർ വേറെ ആവേണ്ട സമയത്ത് ഇത് വളരെ എന്താ പറയുക, ഉജ്ജ്വലമായ രീതിയിൽ ഇവരുടെ വീട്ടിൽ സംഭവിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമങ്ങൾ സംഭവിക്കുകയും ഇവർ പരസ്പരം അവിടെ നിന്ന് ഇറങ്ങി പല വഴിക്കായി പിരിഞ്ഞു പോവുകയും, എന്നാൽ അവർ കുടുംബസ്ഥരായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, ഇടവകളിൽ തന്നെയാണ് ജീവിക്കുന്നത്, ഇടവകളുടെ എല്ലാ നിയമത്തിന് അധിഷ്ഠിതമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇവർ ഇത്രയും വർഷമായിട്ട് പിരിഞ്ഞ് ജീവിച്ചതിനിടയ്ക്ക് ഇത്രയും വർഷമായിട്ട് പരസ്പരം തൊട്ടടുത്താണ് താമസിക്കുന്നത്, പരസ്പരം മിണ്ടുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളർന്നു വരുന്ന കുട്ടികൾ അടക്കം അപ്പൻ്റെ ചേട്ടനെ കാണുമ്പം മുഖം തിരിച്ചു പോവുകയും അപ്പൻ്റെ അനിയനെ കാണുമ്പം മുഖം തിരിച്ച് മറഞ്ഞ് പോവുകയും അവരുടെ കുട്ടികളെ കണ്ടാൽ അവരോട് സഹോദരങ്ങളെ കണ്ടാൽ മിണ്ടാതെ
പിന്നെ വഴിമാറിപ്പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്, കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത്. പക്ഷേ ശേഷം വന്ന ഒരു വികാരിയച്ഛൻ, അച്ഛൻ പലപ്പോഴും പല വികാരിയച്ഛനും മാറി മാറി വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇതിനകത്ത് ഇടപെടാൻ പറ്റിയിട്ടില്ല. കാരണം ഇവരുടെ പിന്നെ ആ പ്രശ്നങ്ങളിലേക്ക് അങ്ങനെ പെട്ടെന്ന് പിന്നെ ഇടപെടാൻ പറ്റില്ല, അത് തീർക്കാൻ പറ്റില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് ഈ അച്ഛൻ വന്ന് അത് ഇടപെട്ട് അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി വളരെ ദൈവികമായ രീതിയിൽ തന്നെ അവരെ ഇന്ന് ആ ഇടവകളിൽ ഒന്നിച്ച് ജീവിക്കാൻ പിന്നെ പ്രാപ്തരാക്കി തീർത്തു. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അച്ഛന്മാരെ മുഴുവനായിട്ടും കുറ്റം പറയണ്ട. അവർക്ക് അവരുടേതായ കുറെ പരിമിതികളുണ്ട്, അതിൽ നിന്നേ അവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു വികാരിയച്ഛൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണെന്ന് പിന്നെ ഇടവക ജനം, അതായത് അവസ്ഥ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയിലും ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷൻ എന്നുള്ള നിലയിലും ഒരു ഇടവകയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലനിൽപ്പ്, അത് ഇടവക ജനങ്ങളുടെ ഹൃദയത്തിൽ അവരെ എത്രമാത്രം ബോധപൂർവം സ്വീകരിച്ചിരുത്തുന്നോ അത്രേ ഉള്ളൂ. അതിന് പ്രത്യേക നിയമമൊന്നുമില്ല. വികാരിയച്ഛനെ വീട്ടിൽ ഇന്ന രീതിയിൽ സ്വീകരിച്ചിരിക്കണം അങ്ങനെ നമുക്ക് വ്യവസ്ഥയൊന്നുമില്ല. ഒരു അവ്യവസ്ഥിതമായ ഒരു പാരമ്പര്യ ധാരണ നമ്മൾ പുലർത്തുന്നു. വികാരിയച്ഛൻ നമ്മുടെ ഇടവകയുടെ നാഥനാണ്. വികാരിയച്ഛന് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അധികാരമോ അവകാശമോ എന്നുള്ളതല്ല, ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ ഏതൊക്കെ കുടുംബങ്ങൾ ഒരു വികാരിയച്ഛനെ അനുവദിക്കുന്നു, ഞാൻ ഉപയോഗിക്കുന്ന വാക്കതാണ്, അത്രയും ആ വികാരിയച്ഛനെ വീട്ടിൽ ഇടപെടാൻ പറ്റുകയുള്ളൂ. ശരിയല്ലേ? ഇനി ചേട്ടൻ ഇവിടെ ഉദ്ദേശിച്ചത് ആത്മീയമായ ഒരു അധികാരമുണ്ട്. ഒരു ഇടവക വികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ ഇടവക കുടുംബങ്ങളുടെ ആത്മീയമായ വളർച്ചയെ സ്വാധീനിക്കാവുന്ന രീതിയിലുള്ള ഒരു ആത്മീയ അധികാരമുണ്ട്. പക്ഷെ അത് വീട്ടുകാർ കൊടുക്കണം. പക്ഷേ അച്ഛാ, അവിടെ ഇങ്ങനെയുള്ള സാധ്യതകൾ അച്ഛന്മാർ, വരുന്ന വികാരച്ഛന്മാർ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ഉപയോഗിക്കപ്പെടാൻ എവിടെയെങ്കിലും പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന നാശനഷ്ടം അതിനേക്കാൾ വളരെ വലുതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ സമീപകാലത്ത് ഒരു അച്ഛൻ തന്നെ പങ്കുവച്ചൊരു സംഭവമാണ്. ആ ഇടവകയുടെ സ്വത്ത് ആയി ബന്ധപ്പെട്ട് ഒരു ഇടവകക്കാരനും ഇടവകയുമായിട്ട് കേസ് 35 വർഷമായി 15 സെന്റ് സ്ഥലത്തിന് വേണ്ടിയിട്ട് കേസ് നടക്കുക. ഈ 35 വർഷത്തിനിടയ്ക്ക് എത്രയോ വികാരച്ചന്മാർ അവിടെ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. കേസ് ഒരു കോടതിയും തള്ളി അടുത്ത കോടതിയിലേക്ക് പോകും. ഒരാൾക്ക് അനുകൂലമായിട്ട് വിധിക്കും, അടുത്ത ആൾക്ക് അനുകൂലമായിട്ട് വിധിക്കും. അങ്ങനെ കേസ് തുടർച്ചയായിട്ട് പോകുക. എന്നോട് പങ്കുവയ്ക്കുന്ന ഒരു വൃദ്ധനായ വൈദികൻ പറയാം, അച്ഛൻ വന്ന ആദ്യത്തെ ആഴ്ചയിൽ ഈ സംഭവം പറഞ്ഞു. അച്ഛൻ അന്ന് പള്ളിയിൽ പറഞ്ഞു, ആ സ്ഥലത്തേക്ക് നോക്കി നിന്ന് ഈ ബലിവേദിയിൽ നിന്ന് ബലി അർപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ഈ കേസ് എന്ത് തരത്തിലായാലും തീർത്തിട്ടല്ലാതെ അടുത്ത ഞായറാഴ്ച ഇവിടെ ബലി അർപ്പിക്കുകയില്ല. അച്ഛനവരെ വിളിച്ച് സംസാരിച്ചു. ഈ 15 സെന്റ് സ്ഥലത്തിൻ്റെ പ്രശ്നമല്ലേ ഉള്ളൂ. ഈ 15 സെന്റ് സ്ഥലം ചേട്ടനെടുത്തു. ഞാൻ പള്ളി കേസ് പിൻവലിക്കുന്നു. ചേട്ടൻ പറഞ്ഞു, അയ്യോ അങ്ങനെ വേണ്ട, അങ്ങനെ പിൻവലിക്കാൻ പറ്റില്ല. പരസ്പരം നല്ല ധാരണയില്ല. ചുരുക്കി പറഞ്ഞാൽ നല്ല ധാരണയില്ല. ആ 15 സെന്റ് സ്ഥലം വനം പോലെ ആ കാലം കൊണ്ട് ഈ 15 സെന്റ് സ്ഥലത്ത് നിന്ന മരം ചേട്ടനെടുക്കും, 15 സെന്റ് സ്ഥലം പള്ളിക്ക് കൊടുത്തു. അങ്ങനെ വളരെ രമ്യമായിട്ട് ഈ പ്രശ്നം പരിഹരിച്ചു. അങ്ങനെയുള്ള നല്ല സാധ്യതകൾ നമുക്കുണ്ട്. ഇൻറ്റ്യൂഷൻസ് ആണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആത്മീയമായ അധികാരം ഏത് വികാരിച്ചൻ ഉചിതമായി ഉപയോഗിക്കുന്നു അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുടുംബ കോടതികൾ എന്ന് വരെ, അത് കുടുംബ കോടതി ഒരു രൂപതയുടെ ഒരു സംവിധാനമാണ്. ഇടവക കഴിഞ്ഞിട്ടാണ് നമ്മൾ രൂപതയിലേക്ക് പോണത്. അപ്പോൾ ചാവറയച്ചൻ പറയുന്ന കോടതി എന്ന് പറയുന്നത് കുടുംബത്തിൽ തന്നെ തീർക്കേണ്ട ഒരു കോടതി കൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ചർച്ച ഇന്നിവിടെ സമാപിപ്പിക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള ഒരു ദർശനമാണ് സഭയുടെ ഈ കാലഘട്ടം, ചാവറയച്ചൻ അന്ന് പറഞ്ഞൊരു വാക്യം, അന്ന് പറഞ്ഞൊരു ദർശനം ഇന്ന് എങ്ങനെ നമ്മൾ അതിനെ ഒന്ന് പുനർവായനയിൽ എടുക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും യുവാക്കളുടെ കുടുംബങ്ങൾ, അല്ലെങ്കിൽ ആധുനിക കാലഘട്ടങ്ങളിൽ വിവാഹിതരായിട്ട് കുടുംബങ്ങൾ, എനിക്ക് മിരാൻഡയ്ക്കും ജെയിംസിനും പറയാൻ പറ്റുമായിരിക്കും. എങ്ങനെ മൈക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ മിരാൻഡ ജെയിംസ് പറയും, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കൺസെപ്റ്റിൽ, നിങ്ങളുടെ ഒരു ദർശനത്തിൽ എങ്ങനെയാണ് ആധുനിക കാലത്തെ യുവ കുടുംബങ്ങൾ ഈ ഒരു കാഴ്ചയെ കാണുന്നത്? എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഇപ്പം കൂടുതൽ പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിങ് തന്നെ വ്യക്തികൾ തമ്മിലാണ്. അത് കുടുംബത്തിൽ അത് പടരുന്നു, പിന്നെ അത് ഇടവകയിലേക്ക് പോകുന്നു, അങ്ങനെ പടർന്ന് കയറി മുകളിലേക്ക് പോവാണ്. അപ്പം ഈ തുടങ്ങുന്നിടത്ത് തന്നെ ഇപ്പം ഞാനെന്നൊരു വ്യക്തി, എനിക്കിപ്പോൾ എൻ്റെ ഭാര്യയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് അവളോട് അടുത്ത് അത് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താണ് സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അത് അവിടെ തന്നെ രമ്യതയിൽ എത്തുകയല്ലേ ചെയ്യേണ്ടത്. ഈ ഇടവകയിലേക്കോ അല്ലെങ്കിൽ കുടുംബത്തിലേക്കോ എത്തുന്നതിന് മുന്നേ ഇപ്പം തമ്മാമിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് അവിടെ തന്നെ തീരെയല്ലേ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ ചാവറയച്ചൻ്റെ ഈ വാക്കിനോട് ചേർത്ത് നിർത്തി നമ്മൾ ഈ ചർച്ചയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുടുംബത്തിൽ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് പരസ്പരമുള്ള സംഭാഷണമാണ്.
പരസ്പരം സംഭാഷണം നടത്താനുള്ള സ്വാതന്ത്ര്യം ഒരു കുടുംബത്തിൽ ആരൊക്കെ തമ്മിൽ നഷ്ടപ്പെടുന്നുണ്ടോ അവിടെ മൂന്നാമതൊരാൾ ഇവരെ ബന്ധിപ്പിക്കേണ്ട ഒരു റോളിലേക്ക് വരികയാണ്, വരാൻ നിർബന്ധിക്കപ്പെടുന്നു. വരാൻ നിർബന്ധിക്കപ്പെടുകയാണ്. നമുക്ക് വേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ വർത്തമാനം പറയാനായിട്ട് പണ്ടുണ്ടായിരുന്ന ഒരു അവസ്ഥ, ഒരു ഫീൽ തിരിച്ചു കൊണ്ടുവരണം. പരസ്പരം വർത്തമാനം പറയാനായിട്ട് പണ്ടുള്ള ഒരു അവസ്ഥ നമ്മളിന്ന് തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾക്ക് തമ്മിൽ, ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് തമ്മിൽ ചെലവഴിക്കാനായിട്ട് കിട്ടുന്ന സമയം ആരാണോ കട്ടെടുക്കുന്നത് അവനെ വീടിന് പുറത്താക്കുക. ഓക്കെ, നമ്മുടെ കുടുംബത്തിൽ പരസ്പരം ഇരുന്ന് ചിരിക്കാൻ, തമാശ പറയാൻ, പണ്ടൊക്കെ നമ്മുടെ എന്താ പറയുക പറയാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ മൊബൈൽ വാട്സപ്പും ഫേസ്ബുക്കും ഇങ്ങനെ ഏർപ്പാടുകൊണ്ട് പിള്ളേർ സംസാരിക്കാൻ കിട്ടുന്നില്ല. തൊട്ടടുത്ത മുറിയിലേക്കുള്ള പിള്ളേർ വാട്സപ്പിൽ കൂടെ ആയിരിക്കും മെസ്സേജ് വിടുന്നത്. അവർ സംസാരം നേരിട്ടില്ല. ശരിയല്ലേ? തീർച്ചയായിട്ടും ശരിയല്ലേ? തൊട്ടടുത്ത റൂമിൽ വാട്സപ്പിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇന്നത്തെ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ച് കളിച്ച് ഇതിൽ നിന്നൊരു മോചനം നമുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല നമ്മുടെ ഈ ഒരു ചിന്ത. അതിനൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള, സ്ഥായി ആയിട്ടുള്ള ഒരു പരിഹാര മാർഗം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. അങ്ങനെ ഒരു സെക്കൻഡ്, നിയമം അതിന് അനുകൂലമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിയമം അതിന് അനുകൂലമാണ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ആൺകുട്ടികളും പെൺകുട്ടികളും ഞങ്ങളൊക്കെ മക്കളുള്ളവരാ. അപ്പോൾ അവരൊക്കെ പഠിച്ച് വളർന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷം. അവർ ഇപ്പോൾ മൊബൈലുണ്ട്, അപ്പോൾ മൊബൈലിൽ കൂടെ പല വിധത്തിലുള്ള കാഴ്ചകളൊക്കെ വരും, കേൾവികൾ വരും. ഇതൊക്കെ മനുഷ്യൻ പരസ്പരം സ്നേഹത്തിൻ്റെ ഒരു ഭാഷ പറഞ്ഞുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ ദുഷിച്ച വഴിയിലേക്ക് പോകുന്ന രൂപത്തിലുള്ള രീതിയിലാണ് വരുന്നത്. ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ഇന്റർനെറ്റ് ബാൻ ചെയ്യണമെന്നാണോ? നെറ്റ് ബാൻ ചെയ്യണേ, ഇന്ത്യയിൽ നെറ്റ് വേണ്ടെന്നാണോ പറയുന്നത്? അല്ല, അതിലൊക്കെ വരുന്ന സീനുകളൊക്കെ എന്ത് ചെയ്യണം? അത് ചെക്ക് ചെയ്തിട്ടേ പുറത്തുവിടാൻ പാടുള്ളൂ. ഇപ്പോഴീ ഇതൊക്കെ വരുന്നത് വളരെ മോശമായ രൂപത്തിലുള്ള ചിത്രീകരണം വരുന്നു. ഇപ്പം ഗവൺമെൻറ് നിയമം അതിന് അനുകൂലമാണെന്ന് പറയാൻ കാരണം, സെക്സ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സെക്സാണ്. സെക്സ് കുട്ടികളെ പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇതാരും പഠിപ്പിക്കാനും പഠിച്ചോളൂ. ഇപ്പോൾ അല്ല, സ്ഥിതി ഇപ്പം അങ്ങനെയാണല്ലോ. ഇപ്പോൾ മൊബൈൽ തുറന്ന് വെച്ചാൽ എല്ലാം ഓൺ ചെയ്ത് വെച്ചാൽ സംഗതി എല്ലാം സെക്സുമായി സ്റ്റണ്ടുമായി എല്ലാമായി അവസാനം സ്റ്റണ്ടിലേ അവസാനിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു നിയന്ത്രണം വേണം. വിദേശ രാജ്യങ്ങളിലുള്ള വ്യക്തി ഇവിടെ വന്നിട്ട് ഉടുത്തതും പറിച്ചിട്ട് ചാടിയാലും ആർക്കും ഒരു പരാതിയുമില്ല. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോൾ കോവളം മോണക്കുള്ള പ്രദേശങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പാണായാലും പെണ്ണായാലും അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മളിപ്പം ടി വിയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അതാണ് കത്തോലിക്ക സഭ അവരുടെ മക്കൾക്ക് നൽകുന്ന കാഴ്ചകളുടെ സാധ്യതകൾ, അതിൻ്റെ പിന്നിലെ ധാർമ്മികത, അത് ചെറുപ്പം മുതൽ എന്ത് കാണണം എന്ത് കാണരുത് എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ഒരു മനസാക്ഷിയാണ്. തീർച്ചയായും. അപ്പോൾ ആ ഒരു കാഴ്ച നമ്മളുടെ സ്വന്തം മക്കളിലേക്ക് ഒരു ധാർമ്മികമായ കരുത്തായിട്ട് നമുക്ക് കൊടുക്കാൻ ഒരു അപ്പന് പറ്റിയാൽ അതിനുള്ളൊരു പരിശീലനം ബാല്യകാലം മുതൽ കുടുംബത്തിൽ നിന്ന് അത് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ കെട്ടുറപ്പിലൂടെ, സംഭാഷണത്തിലൂടെ നമുക്ക് നിലനിർത്താൻ പറ്റണം. കുടുംബത്തിൽ നിലനിർത്താൻ എന്തെല്ലാം വരട്ടെ, വന്നോട്ടെ. ഈ പറഞ്ഞ ഇന്റർനെറ്റ് പറയട്ടെ, ആർക്കാണ് ഇന്റർനെറ്റ് നിരോധിക്കാൻ പറ്റുക? കുടുംബത്തിൽ ആവശ്യമായ എന്റർടൈൻമെന്റിനുള്ള സാധ്യതകൾ നഷ്ടപ്പെടുമ്പോഴാണ് ബദൽ കുടുംബത്തിൽ ഇപ്പൊ പറഞ്ഞില്ലേ, പരസ്പരം പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സാധ്യത ഓപ്പൺ ആയിരിക്കണം. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാൻ പറ്റും. എനിക്ക് നിന്നെ അറിയാം, നിനക്ക് എന്നെ അറിയാം, ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും അറിയാം, അപ്പന് മക്കളെ അറിയാം. നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം കാണേണ്ട കാര്യമില്ല മോനെ എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം അപ്പന് മകനോടുണ്ടാവണം. എന്താണ് ഈ മൊബൈലിൽ ഉള്ളത് എന്ന് നോക്കാനിടയ്ക്ക് പോകണം. പേടിക്കണ്ട. പണ്ടത്തെ അപ്പന്മാരും അമ്മമാരും ആരും പേടിച്ചിരുന്നില്ല, മക്കളെ പേടിച്ചിരുന്നില്ല. നമുക്ക് പേടിക്കണം, കാരണം കൊച്ചിനെ തല്ലിയാൽ നമുക്കെതിരെ കേസ് വരും. സ്കൂളിൽ കൊച്ചു പരാതിപ്പെട്ടാൽ എന്നെ പിടിച്ച് അകത്താക്കും. കേസും വഴക്കും ഒന്നും വേണ്ട എന്ന് ചാവറച്ചൻ 150 വർഷം മുമ്പ് പറഞ്ഞതിന്റെ കാരണം മനസ്സിലായില്ലേ? ഇതെല്ലാം പ്രശ്നത്തിലാണ്. കാരണം ഒരു കോടതിയും ഹൃദയബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഒരു സെക്യുലർ കോടതിക്കും സ്ഥാപിക്കാൻ പറ്റുന്നതല്ല മനുഷ്യൻ്റെ ഹൃദയങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം. രക്തബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയും, അത് മുറിച്ച് കളയാനായിട്ട് പറ്റും, അതിന് നിയമത്തിൻ്റെ സാധുത ഉണ്ടാവാം. പക്ഷേ അത് പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരു കോടതിക്കും പറ്റില്ല. അത് ആർക്ക് പറ്റും? അത് ഒരുമിച്ചിരുന്ന് സ്നേഹിച്ച് ക്ഷമിച്ച് ത്യാഗം ചെയ്ത് പരസ്പരം വളർത്തുന്നുവെന്ന് പരസ്പരം ബോധ്യപ്പെടുത്തുന്ന കുടുംബത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ആ കാര്യങ്ങൾ നശിച്ചു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്. നമുക്കത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയണം. അങ്ങനെ കഴിയുന്നുണ്ട്.
ഇപ്പം മക്കൾ തമ്മിൽ തീരുമാനമെടുക്കുന്നുണ്ട്, ചില വീടുകളിൽ ഇന്ന സീരിയലുകൾ വേണ്ട, അല്ലെങ്കിൽ ഇന്ന ചാനലുകൾ വേണ്ട എന്നൊരു കുടുംബം ഒരുമിച്ച് ഈ ന്യൂജൻ പോലെയുള്ള ചെറുപ്പക്കാർ, നിങ്ങളെപ്പോലുള്ള തന്നെ എത്ര ചെറുപ്പക്കാർ, ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ജീസസ് യൂത്ത് പോലെയുള്ള നമ്മുടെ ആത്മീയ സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കുന്നവരും അങ്ങനെയുള്ള റെക്സ് ബാൻഡ് പോലെയുള്ള സംഘടനകൾ, നമ്മുടെ ആത്മീയ സംഘടന, യുവജന പ്രസ്ഥാനങ്ങൾ, KCYM പോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ, മിഷൻ ലീഗ് പോലുള്ള നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ, സംഘടനകളിൽ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടാതെ പ്രവർത്തിക്കാൻ വരം കിട്ടിയിട്ടുള്ളവർ തീരുമാനമെടുക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തിൽ ഇത് മതി, ഇത് വേണ്ട. അച്ഛനിത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ഓർമ്മ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം. സുഹൃത്തിൻ്റെ മോളെ കെട്ടിച്ചു വിട്ടു. ഒരു കൊച്ചായി കഴിഞ്ഞപ്പോൾ ഡൈവേഴ്സായിപ്പോയി. ഡൈവേഴ്സ് എന്ന് വെച്ചാൽ അവർ കേസായി, കോടതി കേസായി, ഒരുപാട് വർഷം, ഒരു 5-6 വർഷമെങ്കിലും ഇവർ കേസ് കളിച്ചു, നേടിയില്ല, ഒന്നും നേടിയില്ല. അവസാന ഘട്ടത്ത് രണ്ടിടത്തായി. പിന്നെ അവർ ചെറിയൊരു സർക്കാർ ജോലിയുണ്ട്, ഒരാൾ വല്ലാണ്ട് ചെറിയ തയ്യലും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർ മോളെ, വലിയ 2 പെൺമക്കളേ ഉള്ളൂ, വലിയ കാര്യമായിരുന്നു മക്കളെ. അങ്ങനെ മക്കൾ നീ പോരെന്ന് പറഞ്ഞു, കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് 4-5 വർഷത്തോളം വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെണ്ണ് തോന്നി ഇവിടെ നിന്നാൽ ശരിയാവില്ലാന്ന്. പിന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥനയും പരിപാടിയായി. ഒരു പള്ളിയിൽ 7 ആഴ്ച അങ്ങോട്ട് പോയി നവേന കൂടി. അത് കഴിഞ്ഞപ്പം അവനും ആ പള്ളി വന്നു. പിറ്റേ ആഴ്ച കോടതി കേസ് വേറെ നിൽക്കുന്നു, അവർ രണ്ടും ഒന്നായി. അതുവരെ പല കോടതി പോയിട്ട് 4-5 വർഷമായി വാശിയായി, പൈസ ചിലവാക്കി. അവൻ ഈ വെളിയിൽ വീട്ടിൽ അവിടെ വരുമ്പോൾ നാട്ടുകാരെ അടിക്കുകയും അങ്ങനെ വിഷയമൊക്കെ ആയി ഇറങ്ങി ഓടി പോവുകയൊക്കെ ചെയ്താൽ പല വിഷയങ്ങളായത്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ നടന്ന് വളരെ ക്രിമിനൽ കേസ് നടക്കുന്നത്. അവസാനം ദൈവത്തിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷമാണ് അവർ ഇത് നമ്മുടെ ചർച്ചയുടെ ഒരു നല്ലൊരു തുടർച്ച. അതുപോലെയാണ് നമ്മുടെ സുറിയാനി കുടുംബങ്ങൾ ഒരുപക്ഷെ എനിക്കൊന്ന് ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു. എപ്പോഴും വളരെ ഏക മനസ്സോടെ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള അപവാദങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. അവർ തമ്മിൽ യോജിപ്പിക്കുക എന്നതിനപ്പുറം അവരെ നീങ്ങിപ്പോര് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഉള്ള അവസ്ഥകളും വരുന്നുണ്ട്. അല്ല, അതെന്നാണെന്നറിയോ, അതിനൊരു പശ്ചാത്തലമുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ മുൻകാലങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 5 മക്കൾ ഒരു വീട്ടിലുണ്ടായിരുന്നു. അതിൽ കൂടുതലായിരുന്നു, അതിന് മുകളിലേക്കായിരുന്നു. ഞങ്ങൾ 7 മക്കളാണ്. നിങ്ങളും അതുപോലെ തന്നെ 5, 6, 7 മക്കളുള്ള കുടുംബങ്ങളുടെ പ്രതിനിധികളാണ്. ഒരു 7 മക്കളുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഏറ്റവും അനിയൻ അല്ലെങ്കിൽ ഒരു അനിയത്തിക്ക് എന്തെങ്കിലും ഒരു നൊമ്പരം ഉണ്ടായാൽ അത് അപ്പൻ്റെ അടുത്തേക്ക് പോലും എത്തുന്നതിന് മുമ്പ് ആ പ്രശ്നം പരിഹരിക്കാൻ സഹോദരങ്ങൾ തമ്മിൽ അതിന് കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ വീടുകളിലെല്ലാം. ഇന്ന് അങ്ങനെ വരുമ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ, ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യം, തോറ്റു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യം. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു മത്തി അമ്മ കറി വയ്ക്കുമ്പം അത് 7 മുറിക്കണം, അല്ലെങ്കിൽ 9 മുറിക്കണം, എന്നാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും കറി എല്ലാ കഷ്ണം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഒറ്റ കുഞ്ഞ് മാത്രമുള്ള വീട്ടിൽ ഒരു കോഴിയെ മുഴുവനായിട്ട് വെച്ച് പുഴുങ്ങി വെച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. ഒന്നും ആർക്കും പങ്കുവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം എനിക്ക് തന്നെ എന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കുടുംബങ്ങളെ മാത്രമല്ല, നമ്മുടെ സമുദായത്തെ മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹത്തെ പോലും അപകടകരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ഇതാണ് അതിനകത്തൊരു ത്രെഡ്. ചാവറയച്ചൻ ക്രൈസ്തവ കുടുംബ ബന്ധങ്ങളിൽ വരുന്ന വിള്ളലുകൾ കുടുംബത്തിൽ തന്നെ പറഞ്ഞു തീർക്കണം എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോകാതെ കുടുംബ ബന്ധങ്ങൾ ഏറ്റവും ശക്തമായ രീതിയിൽ നിലനിൽക്കണം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചപ്പം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത ചിന്തകളുടെ എല്ലാം ഒരു ഏകോപനം എന്നുള്ള നിലയിൽ പറഞ്ഞാൽ കോടതി വേണ്ടെന്നല്ല, നിയമവ്യവസ്ഥ വേണ്ടെന്നല്ല, ഒരു ക്രൈസ്തവ കുടുംബത്തെ നയിക്കേണ്ടത് സെക്കുലർ കോടതിയുടെ ശാഠ്യങ്ങളെക്കാൾ കൂടുതൽ കുടുംബ ബന്ധങ്ങളിലുള്ള ഇഴയടുപ്പമാണ് എന്നാണ് ചാവറയച്ചൻ ഉദ്ദേശിച്ചത്. അത് നഷ്ടപ്പെടരുത്. നല്ല അപ്പനാണെങ്കിൽ മക്കൾ അനുസരിക്കും എന്ന് ചേട്ടൻ പറഞ്ഞു. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട്, അപ്പമാകുന്നവൻ അപ്പൻ. അതിനകത്തെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള അപ്പനെ മക്കൾ ഹൃദയം കൊണ്ട് ലയിപ്പിച്ച് അനുഭവിക്കും. അവിടെ എതിർപ്പ് വരുന്നില്ല. അപ്പനാവുക, അമ്മയാവുക, മക്കളുടെ സ്ഥാനം എന്താണെന്ന് അറിഞ്ഞ് അവിടെ നിൽക്കുക. ഈ ഒരു പാരസ്പര്യത്തിൽ നമ്മുടെ കുടുംബങ്ങളുടെ ബന്ധം ശക്തമാകും. ഇത് തകർക്കുന്ന സാഹചര്യം എന്താണ് എന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിനെ തടഞ്ഞു നിർത്തുകയും ചെയ്യാനുള്ള ഒരു കൂട്ടായ പരിശ്രമം ഒരു കുടുംബത്തിലുണ്ടാവണം. പലപ്പോഴും കുടുംബത്തിൽ ഏതൊക്കെ ചാനലുകൾ വേണം, എന്തൊക്കെ സീരിയലാണ് കാണേണ്ടത് എന്നുള്ളതിനെപ്പറ്റി കൂട്ടായ ചർച്ചയോ തീരുമാനമോ ഉണ്ടാകുന്നില്ല. ഓരോരുത്തരും കാണേണ്ടതിന് വേണ്ടി കടിപിടി കൂടുകയാണ്. അങ്ങനെ വരുമ്പോൾ കലഹമുണ്ടാകും. വീട്ടിലെ ഇന്ന് നടക്കുന്ന പല സംഭവങ്ങളുടെയും അടിസ്ഥാനപരമായ പ്രശ്നം
എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, ഞാൻ പറയുന്നതല്ല ഇവിടെ നടക്കുന്നത്, മറ്റു പലരും പറയുന്നതാണ് നടക്കുന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നതും ഹൃദയം മുറിയുന്നതും. അത്തരത്തിലുള്ള ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് ഓണത്തിനോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ കേരളത്തിൽ പ്രചാരമുള്ള ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ കവർ ഫോട്ടോയിൽ വിവാഹ ബന്ധം വേർപെടുത്തിയ 2 താരങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഫോട്ടോ എടുത്താണ് അവർ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഇത് കാണുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ള ചെറുപ്പക്കാരുടെ മുമ്പിൽ വിവാഹബന്ധം വേർപെടുത്തരുത് എന്നുള്ള ചിന്തയ്ക്ക് അപ്പുറത്ത് വേർപെടുത്തപ്പെടുന്ന വിവാഹബന്ധങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്ന മാധ്യമങ്ങളുടെ ചൂഷണത്തെ തിരിച്ചറിയാതെ അത് പണം കൊടുത്ത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി മേശപ്പുറത്തിടുകയും ഇതാണ് ഇന്നത്തെ ട്രെൻഡ് എന്ന് തിരുത്തി വായിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. എന്നാൽ ആ സമയത്ത് എൻ്റെ വീട്ടിൽ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്ന പ്രതീകങ്ങളെ മാത്രം എൻ്റെ വീട്ടിൽ ഞാൻ സ്വീകരിക്കും എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം നമുക്കുണ്ടെങ്കിൽ, അതിന് നമ്മളെ നമ്മുടെ ക്രൈസ്തവ മൂല്യങ്ങൾ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് അത് കയറുകയില്ല, എൻ്റെ മക്കളത് വായിക്കില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ എന്താണ് കാണേണ്ടത് എന്ന് ഞാൻ തീരുമാനിക്കുന്നു, എൻ്റെ കുടുംബത്തിൽ ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ സ്ഥിരമായി നിലനിൽക്കുന്നു. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് കുടുംബത്തിലും പരമാവധി ഇടവകയ്ക്ക് അപ്പുറത്തോട്ട് പോകാതെ ഇടവകയ്ക്കുള്ളിലും പറഞ്ഞു തീർക്കാനുള്ള ഹൃദയ ഐക്യം നമുക്കുണ്ടാകുന്നു. ഈ ഒരു ഹൃദയ ഐക്യം, നമ്മുടെ ഹൃദയ ബന്ധങ്ങളിലുള്ള ഐക്യം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യമാകുന്ന കാത്തലിക് മെച്യൂരിറ്റി, ക്രൈസ്തവ പക്വത. അത് ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവർക്ക് മാത്രം സമയത്ത് വെളിപ്പെട്ട് കിട്ടുന്ന കൃപാവരമാണ്. അങ്ങനെ കൃപ ലഭിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിഷയങ്ങൾ വീടുകളിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ചാവറപിതാവിൻ്റെ ഈ ഒരു വചനം ഇന്ന് നമ്മൾ ഇത്ര വളരെ തീവ്രമായി ചർച്ച ചെയ്ത് ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ആ ഒരു നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ ഒരു ദർശനം ലഭിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇവിടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ചേട്ടനും അനിയനും ആങ്ങളെയും പെങ്ങളും തമ്മിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ അവിടെ ഒരു വലിയ ഈഗോ പ്രശ്നമായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വളർത്തിക്കൊണ്ട് വരുന്നതിനപ്പുറത്ത് പ്രാർത്ഥന കൊണ്ട്, സ്നേഹം കൊണ്ട് അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ കുടുംബത്തിൽ വളർന്നു വരേണ്ടതാണ് ഈ ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും ആവശ്യമായുള്ള കാര്യമെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പ്രിയമുള്ള ശാലോം പ്രേക്ഷകർക്ക് ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു കൃപയെന്ന് പറയുന്നത് നമ്മൾക്ക് ആവശ്യമുള്ളത് എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മളുടെ കുടുംബങ്ങളിൽ പരസ്പരം ആവശ്യമുള്ളത് സംഭാഷണമാണ്, സ്നേഹസംഭാഷണമാണ്, പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കൂട്ടായ്മ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു തിരിച്ചുവരവിലേക്ക്, ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മളുടെ പ്രേക്ഷകർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കത്തോലിക്കരായിട്ടുള്ളവർ മാത്രമല്ല അല്ലാത്തവരും ധാരാളമായിട്ട് ശാലോം കാണുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ കാണുന്ന ആളുകളിലേക്ക് ഈ ഒരു ദർശനം തിരിച്ചു കൊണ്ടുവരുവാൻ വിശുദ്ധ ചാവറപിതാവിൻ്റെ ഈ കോടതി കയറരുത് അല്ലെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ പറഞ്ഞു തീർക്കണം എന്നുള്ള ഈ ഒരു ദർശനം പ്രചോദനമാകും എന്ന പ്രതീക്ഷയോടുകൂടി ഈ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ടുവരുന്ന എല്ലാവർക്കും വിശുദ്ധ ചാവറപിതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ഒരു എപ്പിസോഡിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ സ്നേഹത്തോടു കൂടി നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, സന്തോഷമുണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.